അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കേണ്ടത്, നമ്മളുടെ ടോപ്പിക്കായിട്ട് ഇന്ന് വരേണ്ടിയിരുന്നത് നമ്മളുടെ മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ആ മനോഹരമായിട്ടുള്ള മണി മൈൻഡ് സെറ്റ് മാസ്റ്റർ എന്ന മനോഹരമായിട്ടുള്ള ടോപ്പിക്കാണ്. അതിനു മുമ്പേ, അതെത്തുന്നതിന് മുമ്പേ നമുക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ, ഏകദേശം 2 ആഴ്ചക്കാലം കൊണ്ട് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് റീകളക്ട് ചെയ്ത് വരാം. അപ്പോഴേ ഇതിൻ്റെ ഒരു പെർഫോമൻസ്, മണി മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിലേക്ക് കുറച്ചും കൂടെ ആഴത്തിൽ പതിയാൻ സാധിക്കുള്ളൂ. സോ ഒന്നാമത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ കോഴ്സിൻ്റെ പേര് തന്നെയാണ്, ഗ്രോ എക്സ്. അതായത് ഈ സമൂഹത്തിൽ, ഈ ലോകത്തിൽ നമുക്ക് അനന്തമായി, അൺലിമിറ്റഡ് ആയിട്ട് ഗ്രോ ചെയ്യാൻ, വളരാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ട്. ഈ ലോകത്തിൽ ഈ സമൂഹത്തിൽ നമുക്ക് അനന്തമായിട്ട് വളരാനുള്ള സാഹചര്യമുണ്ട്. കാരണം ഈ ലോകത്തിൽ, ഈ സമൂഹത്തിലാണ് ഇന്നേ വരെ സക്സസ് ആയിട്ടുള്ള എല്ലാ മനുഷ്യരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഈ സമൂഹത്തിൽ നിന്നും, ഈ ലോകത്തിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളെ അവരുടെ ജീവിതത്തിലുള്ളൂ, നമ്മളുടെ ഉൾപ്പെടെ എല്ലാവരുടെയും. അപ്പോൾ ഇനിയും വളരെയധികം ഉയരങ്ങളിലേക്ക് എത്താനുള്ള സാഹചര്യം ഈ ലോകത്തിലുണ്ട്. ആ സാഹചര്യങ്ങൾ, ആ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാനുള്ള ശേഷി നമ്മൾ ആർജിക്കുക എന്നുള്ളതാണ്. അതിനാണ് മൈൻഡ് സെറ്റ് ട്രാൻസ്ഫർമേഷനും ഹൈ പെർഫോമൻസും നമുക്ക് ആവശ്യമുള്ളത്. മൈൻഡ് സെറ്റ് ട്രാൻസ്ഫർമേഷൻ, ഇപ്പോഴുള്ള മൈൻഡ് സെറ്റ് പോരാതെ വരും. വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ ഒരു സംശയമില്ല, ഇപ്പോഴുള്ള മൈൻഡ് സെറ്റ് പോരാതെ വരും. അപ്പോൾ മൈൻഡ് സെറ്റ് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ഹൈ പെർഫോമൻസ് ഉള്ള ദിവസങ്ങളാക്കി മാറ്റുകയും വേണം. ഇത് രണ്ടും സംഭവിച്ചാലാണ് ഈ സമൂഹത്തിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാനുള്ള ഗ്രോത്ത്, വളർച്ച നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അൺലിമിറ്റഡ് ഗ്രോത്തിനുള്ള ചാൻസാണ് നമ്മളുടെ മുമ്പിൽ ഈ പ്രകൃതി, ഈ സമൂഹം, ഈ ലോകം നമ്മുടെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്നത്. അത് ഉപയോഗിക്കാനുള്ള ശേഷി നമ്മൾ ആർജിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും കടമയും. നമുക്കറിയാം, എന്ത് നേട്ടങ്ങളും നമ്മൾ സ്വന്തമാക്കുന്നത് നമ്മളുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന, അംഗീകരിക്കാൻ കഴിയുന്ന നേട്ടങ്ങളെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവൂ. ഒരു സംശയമില്ല കാര്യത്തിൽ. നമ്മളുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത, അംഗീകരിക്കാൻ പറ്റാത്ത, ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മളുടെ മനസ്സിന് എത്തിപ്പിടിക്കാൻ പറ്റാത്ത നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇവിടെ ലോകത്ത് അതുല്യമായ നേട്ടങ്ങൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എത്തിപ്പെടാൻ നമുക്ക് ആവശ്യമുള്ളത് നമ്മളുടെ മൈൻഡ് സെറ്റിൻ്റെ മാറ്റമാണ്. ചേഞ്ച് യുവർ സെൽഫ് ടു ചേഞ്ച് യുവർ ലൈഫ് എന്നുള്ളതിലേക്കാണ് നമ്മൾ തുടങ്ങുന്നത്. ചേഞ്ച് യുവർ സെൽഫ് ടു ചേഞ്ച് യുവർ ലൈഫ്. ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും എല്ലാ മനുഷ്യർക്കും ഏകദേശം ഒരുപോലെ അളവിലാണ് ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അതിനായി എത്രത്തോളം നമ്മൾ പ്രിപ്പയർഡാണ്, നമ്മൾ എത്രത്തോളം റെഡിയാണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും ഓരോരുത്തർക്കും നേട്ടങ്ങൾ. ലോകത്ത് സക്സസ് ആയിട്ടുള്ള ഏത് മനുഷ്യനെ എടുത്താലും, വിജയിച്ചു അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് കരുതുന്ന ഏത് മനുഷ്യനെ എടുത്താലും ശരി, അവർ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ പ്രവർത്തിച്ച മേഖല, അവർ പണമുണ്ടാക്കാൻ തിരഞ്ഞെടുത്ത മേഖല, മാർഗം, പ്രൊഫഷൻ നമ്മളുടെ മുമ്പിലുണ്ട്. നമ്മളത് തിരഞ്ഞെടുത്തില്ല, നമ്മളത് ചൂസ് ചെയ്തില്ല, നമ്മളത് ഉപയോഗിച്ചില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ നമുക്കും അവർക്കും ഇടയിലുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മളുടെ ലൈഫ് ചേഞ്ച് ആവണമെങ്കിൽ ആ മാറ്റത്തിന് സഹായിക്കുന്ന മാറ്റം നമ്മുടെ ഉള്ളിൽ ആദ്യം വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ് മാറുകയുള്ളൂ. അതിനായി നമ്മൾ സ്വയം റെഡിയാവണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റാരുടെയും നിർബന്ധം കൊണ്ടാവരുത്. നമ്മൾ സ്വയം മനസ്സുകൊണ്ട് തയ്യാറെടുക്കണം. എന്ത് ചേഞ്ചസിന് വേണ്ടിയിട്ടും ഞാൻ റെഡിയാണെന്നുള്ളത്. നമുക്കറിയാം മാറ്റങ്ങൾ. ഇപ്പോൾ ഒരു കല്ല്, ഒരു തടി, ഇതിനകത്ത് ഒരു ശില്പം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തിരിച്ചറിയുന്നത് ഒരു യഥാർത്ഥ ശില്പി മാത്രമാണ്. ഒരു കല്ലിനകത്തോ തടിക്കകത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെറ്റീരിയലിനകത്തോ ഒരു ശില്പം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അറിയുന്നത് ആ ശില്പി മാത്രമാണ്. അപ്പോൾ ഒരു ശില്പി കൊത്തിയെടുക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കളയുന്നു, മുറിച്ച് കളയുന്നു. എന്നിട്ടാണ് ആവശ്യമുള്ള സാധനങ്ങൾ നിലനിർത്തുമ്പോഴാണ് മനോഹരമായിട്ടുള്ളൊരു ശില്പമായി മാറുന്നത്. നമ്മളുടെ കണ്ണിൽ മനോഹരമായിട്ടുള്ള ശില്പമായി മാറുന്നത്. നമ്മളുടെ കണ്ണിൽ ഇത് ശില്പത്തിൻ്റെ രൂപത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഈ ശില്പിയുടെ മനസ്സിലുണ്ട് ഇതിൻ്റെ രൂപം എന്തായിരിക്കണമെന്ന്. കൃത്യമായ അളവിൽ, കൃത്യമായ രൂപത്തിൽ ശില്പിയുടെ മനസ്സിലുണ്ട്. അപ്പോൾ ആ രൂപം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആ കല്ലിലോ മരത്തിലോ നിലനിർത്തുന്നുള്ളൂ. ബാക്കി മുഴുവൻ
മുറിച്ച് കളയുന്നു, ചെത്തിക്കളയുന്നു. മുറിച്ച് കളയുന്നതും ചെത്തിക്കളയുന്നതും ആ കല്ലിന് അല്ലെങ്കിൽ മരത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ട കാര്യമല്ല. എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ഒഴിവാക്കുന്നത് ആ കല്ലിനോ മരത്തിനോ ഒട്ടും ഇഷ്ടമല്ല. വേദനിപ്പിക്കുന്നതാണ്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, അത് വലിയ രീതിയിലേക്ക് മാനസിക സംഘർഷം കൊണ്ടുതരുന്നതാണ്. പക്ഷേ ആവശ്യമില്ലാത്തതെല്ലാം ഒഴിവായി കഴിയുമ്പോൾ മാത്രമേ മറ്റുള്ളവർ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും അതുവരെ കണ്ട മരത്തിൻ്റെയോ കല്ലിൻ്റെയോ രൂപത്തെ കാണുന്നത് പോലെയല്ല പിന്നീട് അതിനകത്തുള്ള ശില്പം പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ശില്പത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് ആ വസ്തുവിനെ, ആ ഒരു ഒബ്ജക്റ്റിനെ പിന്നീട് മറ്റുള്ളവർ കാണുന്ന രീതിയേ മാറുന്നു. ഇതുപോലെയാണ് നമ്മളുടെ ലൈഫും. നമ്മളുടെ ലൈഫിൻ്റെ ഗ്രോത്തിന്, വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഇത് യഥാർത്ഥ ശില്പിക്ക്, അതായത് നമ്മളെന്ന നമ്മളുടെ ശില്പിക്ക് മാത്രമേ ഇത് തിരിച്ചറിയാൻ കഴിയൂ. എൻ്റെ വളർച്ചയ്ക്ക്, എൻ്റെ നേട്ടത്തിന്, എൻ്റെ സന്തോഷത്തിന് ആവശ്യമില്ലാത്ത എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിലുള്ളത് അതിനെ ചെത്തിക്കളയുക അല്ലെങ്കിൽ വെട്ടിക്കളയുക, അതിനെ റിമൂവ് ചെയ്യുക. ഈ ജോലി നമ്മളെന്ന ശില്പി ഏറ്റെടുത്ത് ചെയ്യണം. അങ്ങനെ നമ്മളെന്ന ശില്പി നമുക്കുള്ളിലുള്ള ഏറ്റവും പുതിയ, അതല്ലെങ്കിൽ ഏറ്റവും മികച്ച വെർഷനെ മാത്രം പുറത്തെടുക്കുമ്പോൾ, ആവശ്യമില്ലാത്തതിനൊക്കെ റിമൂവ് ചെയ്ത് കളയുമ്പോൾ, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല എങ്കിൽ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ അതുവരെ കണ്ട നമ്മളെ ആയിരിക്കില്ല പിന്നീട് കാണുന്നത്. ആ കല്ലും മരവും അവിടെ കിടപ്പുണ്ടായിരുന്നു. ആരും അതിനെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നു, ആരും അതിനെ പൂജിക്കുകയോ ആരാധിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് വെക്കേണ്ട സ്ഥലത്ത് ആ ശില്പം വെച്ച് കഴിയുമ്പോൾ സ്നേഹിക്കാനും ആരാധിക്കാനും ഒരുപാട് ആളുകൾ വന്നു ചേരുന്നു. ഇതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പാഠങ്ങളിലൊന്ന്. അതിന് സഹായിക്കുന്നതാവട്ടെ നമ്മളുടെ ഈ മോർണിംഗ് സമയം, രാവിലത്തെ സമയം. നമുക്കറിയാം, രാവിലെ 5:15 മുതൽ 6:30 വരെയാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ സമയം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തിനാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഥവാ നമ്മളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ വാക്കിൽ പറയുമ്പോൾ നമ്മുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും വിശ്വാസ രീതികളുമാണ് മൈൻഡ് സെറ്റ്. ഈ മൈൻഡ് സെറ്റ് രാവിലെ ഉറക്കമുണർന്ന് എണീക്കുമ്പോൾ ആൽഫ സ്റ്റേജിലായിരിക്കും. അതായത് ഉറക്കമുണർന്ന് എണീറ്റ് വരുന്ന ആ നിമിഷം ആൽഫ സ്റ്റേജിലായിരിക്കും. അതായത് 8 മുതൽ 12 വരെ ചിന്തകളായിരിക്കും സാധാരണ ഒരു സെക്കൻഡിൽ ആ സമയം നമ്മുടെ മൈൻഡിലേക്ക് വന്നു പോകുന്നത്. പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെയല്ല. അതിൻ്റെ എത്രയോ മടങ്ങ് കൂടുതലാണ് ഉണർന്നിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ചിന്തകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആൽഫ സ്റ്റേജിൽ വളരെ ലളിതമായിട്ടുള്ള, അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള ചിന്തകളെ നമ്മുടെ മൈൻഡിലേക്ക് വരൂ. അതുകൊണ്ടാണ് എപ്പോഴും ഉണർന്നെണീക്കുമ്പോൾ നമ്മൾ ഫ്രഷ് മൈൻഡായിട്ട് ഉണർന്നെണീക്കുന്നത്. അതിനുശേഷം ഈ ആൽഫ സ്റ്റേജ് വിട്ട് ബീറ്റ സ്റ്റേജിലേക്ക് നമ്മുടെ മൈൻഡ് പോകുമ്പോൾ, മൈൻഡ് സെറ്റ് മാറുമ്പോഴേക്ക് ചിന്തകളുടെ എണ്ണം നമുക്കൊരു 12 മുതൽ 30 വരെയായി മാറുന്നു. കൂടുതൽ ചിന്തകളുടെ എണ്ണം നമ്മുടെ മൈൻഡിലേക്ക് വരുന്നു. ഇതും ഒരു നോർമൽ തന്നെയാണ്. അതായത് നമ്മുടെ മറ്റ് സമയം പോലെയല്ല, ചിന്തകളുടെ എണ്ണം വളരെ കുറവാണ്. ഈ സമയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ് ചെയ്യാനും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മൈൻഡിലേക്ക് ഫീഡ് ചെയ്യാനും ഏറ്റവും പറ്റിയ സമയമാണ്. അതായത് ഉണർന്നെണീറ്റതിന് ശേഷം ഏകദേശം 1 മണിക്കൂർ വരെയുള്ള സമയം, ഏകദേശം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം, ഏകദേശം 1 മണിക്കൂർ വരെയുള്ള സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനെ സ്വീകരിക്കാൻ റെഡി ആയിരിക്കും നമ്മുടെ മൈൻഡ്. സ്വീകരിക്കുക മാത്രമല്ല, ഈ സമയത്ത് സ്വീകരിക്കുന്നത് അധികം കാലതാമസമില്ലാതെ തന്നെ എത്രയും പെട്ടെന്ന് നമ്മളുടെ മൈൻഡ് ആവശ്യമുള്ള സമയത്ത് നമുക്ക് റീകളക്ട് ചെയ്ത് തരും. അതാണ് ഈ ഒരു സ്റ്റേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ആവശ്യമുള്ള സമയത്ത് റീകളക്ട് ചെയ്ത് തരും. നമ്മൾ ഈ സമയത്ത് നമ്മൾ പഠിക്കുന്ന, മനസ്സിലാക്കുന്ന, ഓർത്ത് വെക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് എപ്പോഴും അതിരാവിലെ ഉറക്കമുണർന്ന് എണീറ്റതിന് ശേഷം നമ്മൾ നല്ല കാര്യങ്ങൾ, നമ്മുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നത്, വിദ്യാർത്ഥികളാണെങ്കിൽ പഠിക്കാൻ ഉപയോഗിക്കുന്നത്, അങ്ങനെ നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളിൽ രാവിലെ ഫോക്കസ് ചെയ്യണമെന്ന് പറയാൻ കാരണം അത് എത്രയും പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും, നമുക്ക് അവിടെ സക്സസ് ആവാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഈ സമയം നമ്മൾ രാവിലെ 5:15 മുതൽ 6:30 വരെയുള്ള സമയം നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ പലപ്പോഴും ചില മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലാതെ പലപ്പോഴും നമ്മളുടെ ക്ലാസ്സിൽ അഫർമേഷൻസ് ആദ്യ സെഷൻ തന്നെ കൊടുക്കുന്നത്. അഫർമേഷൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് നമ്മളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് അഫർമേഷൻസിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഈ അഫർമേഷൻസ് എല്ലാ ദിവസവും കേൾക്കുമ്പോൾ, അഫർമേഷൻ കേൾക്കുമ്പോൾ നമ്മൾ
എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇത് വാക്കുകളായിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. വാക്കുകൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും അത് നമ്മളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം എങ്ങനെ നടപ്പാക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കുകയും വേണം. ചിന്തിക്കുകയല്ല, ഇന്നത്തെ ദിവസം ഒരു അവസരം കിട്ടുമ്പോൾ ഈ അഫർമേഷൻസിലൂടെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുമ്പോഴാണ് അഫർമേഷൻസിൽ നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ ജീവിതമായിരിക്കേണ്ടത് അതേ രീതിയിലേക്ക് നമ്മളുടെ ജീവിതത്തിനെ നമുക്ക് നടപ്പിൽ വരുത്താനും കഴിയുകയുള്ളൂ. അപ്പോൾ ഈ സമയം മനോഹരമായിട്ട് ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യ ദിവസങ്ങളിൽ മനസ്സിലാക്കിയ കാര്യം, നമ്മുടെ കോഴ്സിൻ്റെ ആദ്യ ദിവസങ്ങളിൽ മനസ്സിലാക്കിയ കാര്യം. അപ്പോൾ ഒന്നാമത്തത്, അനന്തമായ സാധ്യതകൾ ലോകത്തിലുണ്ട്. അത് സ്വീകരിക്കാൻ നമ്മൾ റെഡിയാണോ, അതിനായിട്ട് നമ്മൾ എന്തൊക്കെ തയ്യാറെടുക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന നേട്ടങ്ങളും കാര്യങ്ങളും. അതിനുശേഷം നമ്മൾ പഠിച്ചു, നമ്മൾ മനസ്സിലാക്കുന്ന, പഠിക്കുന്ന, അറിഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നടപ്പിലാക്കുമ്പോൾ മാത്രമാണ് റിസൾട്ട് ഉണ്ടാകുന്നത്. എത്ര കാര്യങ്ങൾ പഠിച്ചാലും, എത്ര കാര്യങ്ങൾ മനസ്സിലാക്കിയാലും, എന്തൊക്കെ അറിവാർജിച്ചാലും, എന്തൊക്കെ കാഴ്ചപ്പാടുകൾ വരുത്തിയാലും ശരി, അത് നമ്മളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ, നടപ്പിൽ വരുത്തിയില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അതത് ദിവസമോ പിന്നീടുള്ള ദിവസങ്ങളിലോ നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കണം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, നമുക്ക് തോന്നുന്ന, നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടപ്പിൽ വരുത്താൻ ഒരു മടിയും വിചാരിക്കരുത്. ഞാൻ പഠിച്ചു എന്നുള്ളത് കൊണ്ടോ മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ടോ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. എത്ര വലിയ പ്ലാനുകളാണെങ്കിലും ശരി, എത്ര വലിയ സ്വപ്നങ്ങളാണെങ്കിലും ശരി, അതിൽ നടപ്പിൽ വരുത്തുമ്പോൾ മാത്രമാണ് അതിൻ്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഈ ക്ലാസ്സിൽ നിന്നല്ല, എവിടെ നിന്ന് ആർജിക്കുന്ന അറിവുകളും നമുക്കറിയാം. അറിവാർജിക്കുക, ആ അറിവ് നമ്മുടെ എക്സ്പീരിയൻസ് ആക്കി മാറ്റുക, എക്സ്പീരിയൻസ് നമുക്ക് സ്കിൽഡായി മാറിക്കഴിയുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന ലെവലിലേക്കുള്ള നേട്ടങ്ങളും അതുപോലെ വളർച്ചയും നമുക്കുണ്ടാവും, നമുക്കറിയാം. അപ്പോൾ അറിവ് ആർജിക്കുമ്പോൾ എൻ്റെ വളർച്ചയ്ക്കും നന്മയ്ക്കും നേട്ടത്തിനും സഹായിക്കുന്ന അറിവുകൾ മാത്രമേ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ. അറിവ് ആർജിക്കുന്നതിൽ തെറ്റില്ല. ആ അറിവ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നത് നമ്മളുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും സഹായിക്കുന്ന അറിവുകൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടപ്പിൽ വരുത്താവൂ. അല്ലാത്തതിനെ, ആർജിക്കുന്ന അറിവിനൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം, നമ്മൾ ഒഴിവാക്കി കളയണം, ഇഗ്നോർ ചെയ്യണം. അത്തരം അറിവുകൾ നമ്മൾ പ്രാക്ടീസിലൂടെ എക്സ്പീരിയൻസ് ആക്കി മാറ്റുക. അതായത് നമ്മൾ ഏത് ഉറക്കത്തിൽ വേണമെങ്കിലും അത് ചെയ്യാവുന്ന കണ്ടീഷനിലേക്ക് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മാറുക. അതിനുശേഷം അത് സ്കില്ലായി മാറിക്കോളും. സ്കിൽ നമുക്കറിയാം, വൈദഗ്ധ്യമാണ് ഏത് കാര്യത്തിൻ്റെയും ഏത് വിജയത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത്. ഈ വൈദഗ്ധ്യത്തിൽ എത്തുന്നത് വരെ നമ്മൾ ഒരു കുഞ്ഞാണെന്ന്, അല്ലെങ്കിൽ നമ്മളൊരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അപ്രൻറ്റീസ് ആണെന്നുള്ള രീതിയിലേക്ക് വേണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതായത് എവിടുന്ന് എന്ത് അറിവുകൾ ആർജിച്ചാലും ശരി, അത് നമ്മളുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും സഹായിക്കുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിൽ വരുത്തിയെങ്കിൽ മാത്രമേ ഈ അറിവ് ആർജിക്കുന്നത് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഗുണമുണ്ടാവുകയുള്ളൂ എന്നാണ് നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ പഠിച്ചത്. അതിനുശേഷം നമ്മൾ മൈൻഡ് സെറ്റ് എന്ന് മനസ്സിലാക്കി. മൈൻഡ് സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി. നമ്മളുടെ ചിന്തകളും കാഴ്ചപ്പാടുകളുമാണ് മൈൻഡ് സെറ്റ് എന്നും, അത് ജനിച്ച കാലം മുതൽ നമ്മളുടെ മനസ്സിൽ, നമ്മളുടെ സമൂഹത്തിലൂടെ 4 രീതിയിലൂടെയാണ് മൈൻഡ് സെറ്റ് രൂപപ്പെടുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് ജനറ്റിക്, പാസ്റ്റ് കണ്ടീഷനിങ്, റിപ്പീറ്റ് ഹാബിറ്റ് ആക്ഷൻ, ബ്രെയിൻ ഹാക്കിംഗ്. ഈ 4 രീതിയിലൂടെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് രൂപപ്പെടുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ മൈൻഡ് സെറ്റ് രൂപപ്പെടുന്നതിന് മറ്റൊരു വഴിയും കൂടെ ഉണ്ട് നമുക്കറിയാം. ആദ്യം കോൺഷ്യസ് മൈൻഡ്. എന്ത് കാര്യവും പുതുതായിട്ട് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ് അവിടെ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ശ്രദ്ധയോടുകൂടി, കരുതലോടുകൂടി, എപ്പോഴും അലർട്ടായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡ് ഏറ്റവും അധികം ജോലി എടുക്കുന്ന, എഫേർട്ട് എടുക്കുന്ന ഒരു സാധനമാണ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡ് വൺസ് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രീ കോൺഷ്യസ് മൈൻഡിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഡാറ്റ, ശേഖരിച്ച അറിവുകൾ നമ്മുടെ പ്രീ കോൺഷ്യസ് മൈൻഡിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം കോൺഷ്യസ് മൈൻഡ് ആ കാര്യം വിടും. പിന്നെ കോൺഷ്യസ് മൈൻഡിന് അതിൻ്റെ ആവശ്യമില്ല. കോൺഷ്യസ് മൈൻഡ് പുതിയ കാര്യങ്ങൾ, പുതിയ അറിവുകൾ ആർജിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ആർജിച്ച അറിവുകൾ
വീണ്ടും നമ്മൾ എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ പ്രീ കോൺഷ്യസ് മൈൻഡ് അവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അറിവ് ആർജിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പിൽ വരുത്തുമ്പോൾ മാത്രമേ നമുക്കത് എക്സ്പീരിയൻസും സ്കില്ലുമായിട്ട് മാറും. ഈ അറിഞ്ഞ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്ന സ്റ്റേജാണ് പ്രീ കോൺഷ്യസ് മൈൻഡിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. ആ സ്റ്റേജിലാണ് പ്രീ കോൺഷ്യസ് മൈൻഡിൻ്റെ. എത്ര പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നോ അത്രയും പ്രാവശ്യം നമുക്ക് ആ ജോലി, റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം നമുക്ക് ഈസി ആയിട്ട് മാറും. അപ്പോൾ കോൺഷ്യസ് മൈൻഡിൽ നിന്നും പ്രീ കോൺഷ്യസ് മൈൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രീ കോൺഷ്യസ് മൈൻഡിൽ നിന്നും സബ് കോൺഷ്യസ് മൈൻഡിലേക്കുള്ള യാത്ര ബ്ലോക്ക് ആവാതെ ശ്രദ്ധിക്കണം. നിരന്തരമായിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോലും അറിയാതെ നമുക്കാവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വേണ്ട കാര്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്ത് നടപ്പാക്കിക്കോളും. നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘടകം, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യ സന്ദർഭം വന്നാൽ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ശ്രമിക്കും. ചില അപകടങ്ങളിൽ നിന്നും എന്തെങ്കിലും പെട്ടെന്ന് കൈമുറിയുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ പോലും നമ്മളുടെ കോൺഷ്യസ് മൈൻഡോ പ്രീ കോൺഷ്യസ് മൈൻഡോ ഒക്കെ നമ്മളുടെ ചിന്ത അങ്ങോട്ട് വരുന്നതിന് മുമ്പേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. പലപ്പോഴും നമ്മളൊരു കാല് തട്ടുമ്പോൾ കൂടുതൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മളൊന്ന് ചാടുകയോ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുകയോ ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ പല സന്ദർഭങ്ങളിലും പെട്ടെന്ന് തീയിലേക്കൊന്ന് തൊടുമ്പോൾ, ചൂടുള്ള സാധനത്തിലേക്കൊന്ന് തൊടുമ്പോൾ ഇത് ചൂടാണ്, ഇത് നമുക്ക് പൊള്ളുമെന്നുള്ള ചിന്ത നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്നതിന് മുമ്പേ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞു. ചൂടാണ്, കൈ പൊള്ളും, പൊള്ളിയാൽ വേദന എടുക്കും, ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കൈ തൊടുന്ന ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ കൈ പുറകോട്ട് വലിക്കാൻ സബ് കോൺഷ്യസ് മൈൻഡിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുന്നത് വരെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. നമ്മൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശീലങ്ങളും നമ്മളുടെ സ്വഭാവങ്ങളും നമ്മുടെ നേട്ടങ്ങളും, നമ്മൾ നേട്ടങ്ങൾ നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മളുടെ സ്കില്ലുകളും നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശീലമാകുന്നത് വരെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തേ മതിയാകൂ. അപ്പോൾ നമ്മൾ മൈൻഡ് സെറ്റ് എന്താണെന്നും അതെങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നും അത് റീപ്രോഗ്രാം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കിയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഈ മാറിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള മാറ്റിയെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളുടെ ചിന്തകൾ, ശീലങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു ചെറിയ സ്വഭാവ വിശേഷങ്ങളുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യ ദിവസങ്ങളിൽ നമുക്ക് ആദ്യത്തെ ഹോംവർക്കായിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണോ നമ്മൾ മാറ്റിയെടുക്കേണ്ട ശീലങ്ങളും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും മാറ്റിയെടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവുള്ളൂ. അതിനെയാണ് ആക്ഷൻസ് എന്ന് പറയുന്നത്. ആ മാറ്റത്തിനായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ലൈഫ് പർപ്പസ് കണ്ടെത്താനാണ് നമ്മൾ ശ്രമിച്ചത്. നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫ് പർപ്പസ് എന്തായിരിക്കണം? ലൈഫിലെ ഗോളുകൾ പിന്നീടാണ് നമ്മൾ നോക്കിയത്. പർപ്പസ് രണ്ടും രണ്ടാണ്. നമ്മൾ ലോകത്തിന് നൽകാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, ഈ ലോകത്തിന് നമ്മൾ എന്ത് സിഗ്നേച്ചറാണോ ഇട്ടിട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്, ഇതാണ് ലൈഫ് പർപ്പസ്. നമുക്കറിയാം, നമ്മൾ ലൈഫ് പർപ്പസിൻ്റെ കാര്യം പഠിച്ചപ്പോൾ APJ അബ്ദുൽ കലാം സാറിനെയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് ഉപയോഗിച്ചത്. APJ അബ്ദുൽ കലാം സാറ് ലോകത്തിലെ ഏറ്റവും മികച്ച സയൻറ്റിസ്റ്റാണ്. സയൻറ്റിസ്റ്റുകളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ആണവശാസ്ത്രജ്ഞൻ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നുള്ള പേരറിയപ്പെട്ടിരുന്നു. അദ്ദേഹം ഈ ലോകത്തിന് ഇട്ടിട്ട് പോയത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന, അതല്ലെങ്കിൽ ഇന്ത്യയെ ഒരു ആണവശക്തിയായിട്ട് വളർത്തിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമം, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫ് പർപ്പസ്. പക്ഷേ അദ്ദേഹത്തിന് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ കൂടാതെ അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു. അതുകൂടാതെ എല്ലാ സ്റ്റുഡൻസും ഇഷ്ടപ്പെടുന്ന മികച്ചൊരു ടീച്ചറുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ മറ്റ് പലതുമായിരുന്നിരിക്കാം. പക്ഷേ അദ്ദേഹം ഈ ലോകത്തിന് നൽകിയ സംഭാവന എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റ് എന്നുള്ള രീതിയിൽ, ആണവശാസ്ത്രജ്ഞൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ലോകത്തിന് സംഭാവന നൽകിയിരിക്കുന്നത്. മറ്റു രീതിയിലുള്ള സംഭാവനകൾ ചെറുതായി കാണിക്കുന്നതല്ല, പക്ഷേ ഏറ്റവും അധികം ലൈഫ് പർപ്പസായിട്ട് അദ്ദേഹം കണ്ടിരുന്നത് അതിനു വേണ്ടി തന്നെയായിരുന്നു. ഇതേപോലെ നമ്മളുടെ ലൈഫ് പർപ്പസും, കാരണം നമ്മൾ ജനിച്ച കാലം മുതൽ ഇനി അങ്ങോട്ടുള്ള ജീവിതവും ഇതുവരെയുള്ള ജീവിതവും ഇനി അങ്ങോട്ടുള്ള ജീവിതവും മരിക്കുന്ന കാലം വരെ ഈ സമൂഹത്തിൽ ജീവിച്ചേ മതിയാകൂ. സമൂഹത്തിന് നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്ന് പലപ്പോഴും ചിന്തിച്ചേക്കാം. പക്ഷേ ഈ സമൂഹമില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് കാണുന്ന ഈ സൗഭാഗ്യങ്ങളൊന്നും ഇല്ലാതാകുമായിരുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, നമ്മളുടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മറ്റെല്ലാം, എന്ത് കാര്യം എടുത്താണെങ്കിലും ശരി, ഈ സമൂഹം നമുക്ക് നൽകിയിരിക്കുന്ന സംഭാവനയാണ്. പണം മുടക്കിയിട്ടുണ്ടാവാം, പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കുക,
നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ വസ്ത്രം, ഞാൻ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം, ഇതെനിക്ക് ഒരുപാട് കംഫർട്ടബിളാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഒരുപാട് ഉപയോഗങ്ങളുമുണ്ട്, ഉപകാരങ്ങളുണ്ട്. എൻ്റെ കയ്യിൽ എത്ര പണം ഉണ്ടെങ്കിലും ശരി, ഇതുപോലത്തെ ഒരു വസ്ത്രം എനിക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിയില്ല. അതിന് ഈ സമൂഹത്തിൻ്റെ സേവനം, സഹായം കൂടിയേ തീരൂ. അതിന് പണം മുടക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോന്നും, നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനം, സ്വന്തം വാഹനമാവട്ടെ മറ്റുള്ളവരുടെ വാഹനമാവട്ടെ, ഇതിനായിട്ട് നമ്മൾ ഒരുപക്ഷെ പണം മുടക്കുന്നുണ്ടാവും. പക്ഷേ ആ പണത്തിനേക്കാൾ എത്രയോ മടങ്ങ് മൂല്യമാണ് അതിലൂടെ യാത്ര. നമ്മളുടെ സമയം സേവാവുന്നു, നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ശാരീരിക അധ്വാനമില്ലാതെ നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തിച്ചേരാൻ ഈ വാഹനം നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ ഈ സമൂഹം ഇല്ലായിരുന്നുവെങ്കിൽ, ഈ സമൂഹം നമുക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ സൗകര്യങ്ങളില്ലായിരുന്നെങ്കിൽ നമ്മളുടെ ജീവിതം അതിദുരിതപൂർണമാകുമായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്ന ഈ സമൂഹത്തിനെ നമ്മളും തിരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതാണ് ലൈഫ് പർപ്പസ്. നമ്മുടെ ഗോളുകളല്ല ലൈഫ് പർപ്പസ്. എല്ലാ മനുഷ്യരും, എല്ലാ ജീവജാലങ്ങളും ഒരിക്കൽ ജനിച്ചാൽ മരിച്ചു പോയേ മതിയാകൂ ഈ ലോകത്തുനിന്ന്, ഒരു സംശയക്കരുത്തില്ല. ഇതിനു മുമ്പ്, ജനനത്തിനും മരണത്തിനും മുമ്പ് എന്ത് ലൈഫ് പർപ്പസാണ് നിങ്ങൾ ഈ ലോകത്തിന് നൽകാൻ പോകുന്നത്? എൻ്റെ ലൈഫ് പർപ്പസായിട്ട് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്, ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മണി മേക്കിങ്ങിന്, പണം ഉണ്ടാക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിലെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് പണം കൂടിയേ തീരൂ. പണമില്ലാതെ ഇന്നത്തെ കാലത്ത്, ഇനിയുള്ള കാലത്ത് മുന്നോട്ട് പോവുക അസാധ്യമെന്ന് തന്നെ പറയാം. അപ്പോൾ എത്രത്തോളം പണം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നു, അത്രത്തോളം നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നമുക്ക് നേടിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ പണം ഉണ്ടാക്കാൻ അവസരം, സാഹചര്യം എല്ലാവരുടെ മുമ്പിലും ഒരുപോലെയുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ സാധിക്കുന്നില്ല. അതിനുള്ള പ്രധാന തടസ്സം എന്ന് പറയുന്നത് 3 കാരണങ്ങളാണ്. 1, മണി മൈൻഡ് സെറ്റ്. 2, മണി മേക്കിംഗ് സ്കില്ല്. 3, മണി മാനേജ്മെൻറ്റ് സ്കില്ല്. ഈ 3 കാര്യങ്ങളാണ് പണം ഉണ്ടാക്കുന്നതിലും പണം നിലനിർത്തുന്നതിലും പണം വർദ്ധിപ്പിക്കുന്നതിലും ഓരോരുത്തർക്കുമുള്ള ശേഷി വ്യത്യാസപ്പെടുത്തുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ. ഇത് തിരിച്ചറിഞ്ഞ് ഇത് ആളുകളെ ബോധവാന്മാരാക്കി എല്ലാവർക്കും അവരാഗ്രഹിക്കുന്ന അളവിൽ പണം ഉണ്ടാക്കാനുള്ള സാഹചര്യവും ഈ ലോകത്തുണ്ട്. അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് തിരിച്ചറിയാൻ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ ലൈഫ് പർപ്പസായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഇതിന് ഒരുപാട് എഫേർട്ടുകളുണ്ട്. അതിൻ്റെ ആവശ്യമായിട്ടുള്ള പണം ഞാൻ ഫീസിൻ്റെ രൂപത്തിലോ മറ്റേതെങ്കിലും രൂപത്തിലോ സ്വീകരിച്ചോ മതിയാവും. സൗജന്യമായി കൊടുക്കുന്നത് ഒന്നിനും തന്നെ മൂല്യമുണ്ടാവില്ല. അപ്പോൾ പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, ജീവിതം സുഖകരവും സന്തോഷകരവും മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമൂഹത്തിൽ അതിനുള്ള എല്ലാ അവസരങ്ങളുണ്ട്. പക്ഷേ അത് തിരിച്ചറിയാനും ഉപയോഗിക്കാനും നമുക്ക് ശേഷി വേണം, കഴിവ് വേണം, ശേഷി വേണം, മൈൻഡ് സെറ്റ് വേണം. അത് ആർജിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് ലൈഫ് പർപ്പസായിട്ട് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. ഇത് എൻ്റെ കാര്യം മാത്രം നോക്കി നടക്കാനാണെങ്കിൽ ഈസിയാണ്, മറ്റൊന്നിനും നോക്കണ്ട. പക്ഷേ അതല്ല എൻ്റെ ലൈഫ് പർപ്പസ്. കാരണം എനിക്ക് സമൂഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും ചെയ്തു തരും. സമൂഹത്തിലല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഞാനൊരു ഒറ്റപ്പെട്ട ദ്വീപിൽ എത്തിപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. ഞാനല്ലാതെ മറ്റൊരു മനുഷ്യനില്ല. എനിക്ക് ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും മറ്റു കാര്യങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ എത്ര നാൾ ഭക്ഷണം മാത്രം കഴിച്ച് ഞാൻ ഒറ്റയ്ക്കൊരു ദ്വീപിൽ ജീവിച്ചു പോകും? അപ്പോൾ ഈ സമൂഹത്തിൻ്റെ വില നമ്മൾ അറിയണമെങ്കിൽ പലപ്പോഴും അത്തരം സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഈ സമൂഹം എനിക്ക് തരുന്ന നന്മകളുടെ ചെറിയൊരംശമെങ്കിലും ഞാൻ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിന് ഞാൻ തിരിച്ചു കൊടുക്കേണ്ടത് എന്താണെന്നാണ് എൻ്റെ ലൈഫ് പർപ്പസിലൂടെ ഞാൻ കണ്ടെത്തേണ്ടത്. ഇതാണ് നമ്മൾ ഓരോരുത്തരും കണ്ടെത്താൻ പഠിച്ചത്. ലൈഫ് പർപ്പസ് കണ്ടെത്താൻ പഠിക്കുക. അതിന് ശേഷമാണ് നമ്മളുടെ ഗോളുകൾ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത്. ഗോൾ സെറ്റിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നേടേണ്ടതും നടപ്പാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തിരുന്നു. അതായത് എൻ്റെ ജീവിതത്തിൽ, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഞാൻ നിർബന്ധമായിട്ടും നേടിയെടുക്കണം, നടപ്പാക്കണം എന്ന് ഞാൻ തീരുമാനിച്ച കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്യുന്നു. ഈ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും സ്വപ്നങ്ങളെയാണ് ഗോളുകൾ എന്ന പേരിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ സൗകര്യത്തിന് വേണ്ടി, അതായത് പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടി നമ്മൾ 3 തിരിച്ചിട്ടുണ്ട്. 1, ഷോർട്ട് ടൈം ഗോളുകൾ. 6 മാസത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഷോർട്ട് ടൈം ഗോളുകളുടെ ലിസ്റ്റിലാണ് പെടുത്തിയിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഒന്നുകിൽ കലണ്ടർ വർഷം സെലക്ട് ചെയ്യുക, അതായത് ജനുവരി മുതൽ ജൂൺ വരെയുള്ള ആദ്യത്തെ 6 മാസം, അതല്ലെങ്കിൽ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള രണ്ടാമത്തെ 6 മാസം. ഇതായിരിക്കണം നമ്മുടെ ഒരു ഷോർട്ട് ടൈം ഗോളുകളുടെ പീരീഡ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വെക്കാൻ നമുക്ക് ഈ ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ മുതൽ അടുത്ത 6 മാസത്തേക്ക്, അത് കഴിഞ്ഞ് അടുത്ത 6 മാസം, അടുത്ത മാർച്ച് വരെയുള്ള അടുത്ത 6 മാസം എന്നുള്ള രീതിയിൽ നമുക്ക് ഷോർട്ട് ടൈം ഗോളുകൾക്കായിട്ട്
തരംതിരിക്കാം. ഈ ഷോർട്ട് ടൈം ഗോളുകൾ 6 മാസത്തിനുള്ളിൽ നേടിയെടുക്കേണ്ട അത്യാവശ്യ കാര്യങ്ങളായിരിക്കണം അതിനകത്തുണ്ടാവേണ്ടത്. അതിനുശേഷം നമ്മൾ മിഡ് ടൈം ഗോളുകളായിട്ട് തിരിച്ചു. മിഡ് ടൈം ഗോളുകൾ 3 വർഷത്തിനുള്ളിൽ നേടേണ്ട കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്തത്. അതും ഒന്നെങ്കിൽ കലണ്ടർ ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ കണക്കാക്കുക. ഇത് വെച്ചിട്ട് 3 വർഷത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർബന്ധമായിട്ട് നേടിയെടുക്കണം, നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നിർബന്ധമുള്ള ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയുമാണ് നമ്മൾ ഈ മിഡ് ടൈം ഗോളുകളുടെ ലിസ്റ്റിലേക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം ഷോർട്ട് ടൈം ഗോളുകൾ 6 മാസത്തിനുള്ളിൽ നേടിയെടുക്കേണ്ട ഗോളുകൾ എന്നും നമ്മുടെ മുമ്പിലുണ്ടാവണം. അതിനുവേണ്ടി എല്ലാ ദിവസവും നമ്മൾ പരിശ്രമിച്ചിരിക്കണം. കാരണം സമയം കുറവാണ്, വെറും 6 മാസമേ ഉള്ളൂ. മിഡ് ടൈം ഗോളുകൾ സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കണം. കാരണം 3 വർഷത്തിനുള്ളിൽ നടപ്പാക്കേണ്ടതുണ്ട്. അതെന്തുമാകാം, വീടാകാം, വാഹനമാകാം, മക്കളുടെ വിദ്യാഭ്യാസമാവാം, വിവാഹമാവാം, എന്തുമാവാം. കാലപരിധിക്കുള്ളിൽ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ നേടിയെടുക്കാനാണ് നമ്മൾ ഈ ബക്കറ്റ് ലിസ്റ്റ് പോലെ റെഡിയാക്കുന്നത്. ഷോർട്ട് ടൈം, മിഡ് ടൈം എന്ന് പറഞ്ഞാൽ. അതിനുശേഷം ലോങ് ടൈം. 3 വർഷത്തിന് ശേഷം നമ്മളുടെ ജീവിത കാലയളവിൽ നമ്മൾ നേടിയെടുക്കേണ്ടതും നടപ്പാക്കേണ്ടതുമായിട്ടുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമാണ് നമ്മൾ ലോങ് ടൈം ഗോളുകളായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇത് നേടിയെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഈ ഗോളുകൾക്ക് നമ്മളൊരു പ്രത്യേകതയും കൂടെ കണ്ടിട്ടുണ്ട്. ഗോളുകൾ നേടിയെടുക്കാൻ എപ്പോഴും നമുക്ക് ഈസി ആയിട്ടുള്ള ഗോളുകൾ എന്ന് പറയുന്നത് നമ്മളെ വേദനിപ്പിക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന, ഡിസ്റ്റർബ് ചെയ്യിക്കുന്ന, നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഗോളുകളാണെങ്കിൽ നമ്മളത് നേടിയിരിക്കും, നടപ്പാക്കിയിരിക്കും. നമ്മുടെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. കഴിഞ്ഞ 1 വർഷത്തിനിടയ്ക്ക് നമ്മളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള, വിഷമിപ്പിച്ചിട്ടുള്ള, ഉറക്കം കെടുത്തിട്ടുള്ള, ഡിസ്റ്റർബ് ചെയ്യിച്ചിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, വലിയ സാമ്പത്തിക പ്രശ്നങ്ങളോ വലിയ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലാത്ത എന്തുണ്ടെങ്കിലും ശരി, അതിനൊക്കെ, അതായത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യിപ്പിക്കുന്ന, ഉറക്കം കെടുത്തുന്ന, ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം സൊല്യൂഷൻ നമ്മൾ ഈ കാലയളവിനുള്ളിൽ കണ്ടെത്തിയിട്ടുണ്ട്. 90% പ്രശ്നങ്ങളെ നമ്മൾ മറികടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ഗോളുകളാണെങ്കിൽ, നമ്മുടെ ഉറക്കം കെടുത്തുന്ന, ബുദ്ധിമുട്ടിക്കുന്ന, ഡിസ്റ്റർബ് ചെയ്യിക്കുന്ന, നമ്മൾ അലോസരപ്പെടുത്തുന്ന ഗോളുകളാണ് നമുക്കുള്ളതെങ്കിൽ ഈസി ആയിട്ട് നേടിയെടുക്കാൻ നമുക്ക് കഴിയും. ചെറിയൊരു അഥവാ ഒരു പുഷും കൂടെ നമുക്ക് അതിൻ്റെ പുറകെ മതി. അതോടൊപ്പം നമ്മൾ കണ്ടു, ഗോളുകൾ എപ്പോഴും സ്മാർട്ടായിരിക്കണം. സ്മാർട്ട്, എസ് സ്പെസിഫിക് ആയിരിക്കണം, എം മെഷറബിൾ ആയിരിക്കണം, എ അച്ചീവബിൾ ആയിരിക്കണം, ആർ റെലവൻ്റ് ആയിരിക്കണം, ടി ടൈം ബോണ്ടഡ് ആയിരിക്കണം. അതായത് സ്പെസിഫിക് ആയിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യതയുള്ളതായിരിക്കണം. എനിക്ക് എൻ്റെ മോനെ +2 കഴിഞ്ഞ് ഇന്ന കോഴ്സിന് ജോയിൻ ചെയ്യിക്കണം എന്നാണ് എൻ്റെ ആവശ്യം, എൻ്റെ ഷോർട്ട് ടൈം ഗോൾ അല്ലെങ്കിൽ മിഡ് ടൈം ഗോളെങ്കിൽ +2 കഴിഞ്ഞ് ഏത് കോഴ്സെന്ന്, ഏത് കോളേജെന്നും നമ്മൾ സ്പെസിഫിക് ആയിരിക്കണം. മെഷറബിൾ ആയിരിക്കണം. ഇന്ന സമയത്തിനുള്ളിൽ അത് ഇന്ന കാര്യം എന്നുള്ളത് അളക്കാൻ കഴിയുന്നതായിരിക്കണം എന്നുള്ളതാണ്. അളക്കാൻ കഴിയുന്നതിനെ നമുക്ക് ഗ്രോത്ത് അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. എനിക്ക് അടുത്ത 6 മാസത്തിൽ കുറച്ച് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അതിനൊരു അളവില്ല. കുറച്ച് എത്രയും ആകാം, 1000 രൂപയാകാം, 100 കോടി രൂപയാകാം, 1000 കോടിയാകാം, എത്രയും ആകാം. അപ്പോൾ സ്പെസിഫിക് ആയിരിക്കണം, കൃത്യമായിട്ട് അളക്കാൻ കഴിയുന്നതായിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, നമ്മുടെ ലൈഫിൽ നേടിയെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളതായിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ എന്തിനു വേണ്ടി പരിശ്രമിച്ചാലും നേടിയെടുക്കാൻ കഴിയും. പക്ഷേ അതിനേക്കാൾ ഉപരി അത് പരിശ്രമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നേടിയെടുക്കാൻ കഴിയുന്നതായിരിക്കണം. ഉദാഹരണത്തിന് എൻ്റെ മാസവരുമാനം 50,000 രൂപയാണെന്ന് സങ്കല്പിക്കുക. എനിക്ക് അടുത്ത 1 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ എനിക്ക് എല്ലാ മാസവും 10 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന ലെവലിലേക്ക് വളരണമെന്ന് പറഞ്ഞാൽ അത് അത്ര അച്ചീവബിൾ അല്ല. പക്ഷേ ശ്രമിക്കാം. എനിക്കിപ്പോൾ അതിൻ്റെ ഇരട്ടി വരുമാനത്തിലേക്ക് അടുത്ത 6 മാസത്തിനുള്ളിൽ എത്തണമെന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ അച്ചീവബിളാണ്. അതിനുവേണ്ടി അത് നമ്മുടെ ഗോളാക്കി മാറ്റാം. അതല്ല, ഇപ്പോൾ 50,000 രൂപ ഞാൻ നേടുന്ന എനിക്ക് അടുത്ത 6 മാസത്തിനുള്ളിൽ 10 ലക്ഷം രൂപ മാസം വരുമാനം നേടുന്ന ലെവലിലേക്ക് വളരണം. 1 മാസമല്ല, എല്ലാ മാസവും നേടുന്ന ലെവലിലേക്ക് വളരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതത്ര ഈസിയല്ല. എന്നാൽ പറ്റും. ഇപ്പം മാസം 50,000 രൂപയാണ് അതെൻ്റെ മിഡ് ടൈം ഗോൾ. 3 വർഷത്തിനുള്ളിൽ മാസം 10 ലക്ഷം രൂപ വരുമാനം നേടുന്ന ലെവലിലേക്ക് എത്തണമെങ്കിൽ അതിനുള്ള സാഹചര്യവും സാധ്യതയും ഈ ലോകത്തിലുണ്ട്. ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ഗോളുകൾ നേടിയെടുക്കാൻ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്? നമ്മൾ ആത്മവിശ്വാസത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, ലക്ഷ്യബോധത്തോടുകൂടി പിന്മാറാതെ പരിശ്രമിക്കുമ്പോൾ ഏത് ഗോളുകളും നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടു. അതിന് തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ച മനോഹരമായിട്ടുള്ള ആ ഒരു ഹിസ്റ്ററിയും നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തു. 1000 തവണ പരാജയപ്പെട്ടപ്പോൾ പോലും അദ്ദേഹം ആത്മാർത്ഥമായി, ആത്മവിശ്വാസത്തോടുകൂടി, ലക്ഷ്യബോധത്തോടുകൂടി പിന്മാറാതെ പരിശ്രമിച്ചുകൊണ്ടാണ് ഇന്ന് ലോകം പ്രകാശത്തിൽ ജീവിക്കുന്നത്. ഒന്നെങ്കിൽ അദ്ദേഹത്തിന് പകരം മറ്റാരെങ്കിലും അത് വെളിച്ചമോ ബൾബോ അതുപോലത്തെ മറ്റെന്തെങ്കിലും കണ്ടുപിടിച്ചേക്കാം. പക്ഷേ ഇന്നും അതറിയപ്പെടുന്നത്
ആൽവ എഡിസൻ്റെ പേരിൽ തന്നെയാണ്. ഇതേപോലെയാണ് നമ്മുടെ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിലും നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആത്മവിശ്വാസത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, ലക്ഷ്യബോധത്തോടുകൂടി, പിന്മാറാതെയുള്ള പരിശ്രമം എന്ത് നേട്ടങ്ങളും സ്വന്തമാക്കാൻ നമ്മളെ സഹായിക്കും. അതിന് നമ്മൾ അഫർമേഷൻസിൽ, അത്ര നേട്ടങ്ങൾ സ്വന്തമാക്കാൻ അഫർമേഷൻസിൽ നമ്മൾ മനോഹരമായിട്ടൊരു വാചകം കൂടെ പറയുന്നുണ്ട്. ഇന്നത്തെ ഈ ദിവസം എൻ്റെ നേട്ടങ്ങൾക്കും നന്മയ്ക്കും സന്തോഷത്തിനും വളർച്ചയ്ക്കും വേണ്ടിയിട്ട് എൻ്റെയും മറ്റുള്ളവരുടെയും അറിവും കഴിവും ശേഷിയും പണവും പരിശ്രമവും സ്വാധീനവും സമയവും ടെക്നോളജിയും ഒക്കെ എൻ്റെ നന്മയ്ക്കും നേട്ടത്തിനും വളർച്ചയ്ക്കും വേണ്ടി പരമാവധി വിനിയോഗിക്കും എന്ന് ഞാൻ എന്നോട് തന്നെ പറയുമ്പോൾ, അതെൻ്റെ ജീവിതത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ എത്ര വലിയ നേട്ടങ്ങളും നമുക്ക് ഈസിയാണ്. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല പരിശ്രമിക്കുന്നത്. മറ്റുള്ളവരുടെയും സമയവും അധ്വാനവും പണവും ശേഷിയും ടെക്നോളജിയും അറിവും കഴിവും സ്വാധീനവും ഒക്കെ നമ്മളുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും നേട്ടത്തിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കുന്നു. അങ്ങനെ പഠിക്കുമ്പോൾ ഏത് ഗോളുകളും ഈസിയായിട്ട് മാറുന്നു. ഈ ഗോളുകൾ, ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള റൂട്ട് മാപ്പ് നമ്മൾ തയ്യാറാക്കി. അത് നമ്മൾ ഫിനാൻഷ്യൽ ഗോളുകളായിട്ട് കൺവെർട്ട് ചെയ്തു. എത്ര ഗോൾ നേടിയെടുക്കണം, എത്ര 6 മാസത്തിനുള്ളിൽ എൻ്റെ ഷോർട്ട് ടൈം ഗോളുകൾക്കായിട്ട് എത്ര പണം വേണം, 3 വർഷത്തെ എൻ്റെ മിഡ് ടൈം ഗോളുകൾക്കായിട്ട് എത്ര പണം വേണം, ലൈഫിലോ എൻ്റെ ആവശ്യത്തിന് എത്ര സമ്പാദ്യം വേണ്ടി വരും. ഈ ഫിനാൻഷ്യൽ ഗോളുകൾ ഫിനാൻഷ്യൽ ഗോളുകളായിട്ട് കൺവെർട്ട് ചെയ്താൽ നമ്മുടെ ജോലി ഈസിയാണ്. ഈ പണം ഉണ്ടാക്കാൻ പഠിച്ചാൽ മതി എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ സെൽഫ് അനാലിസിസ് കണ്ടെത്തി. എൻ്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഓപ്പർച്യൂണിറ്റി, ഈ സ്ട്രെങ്ത്തിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ട്, ഇത് നമ്മൾ പരിശീലിക്കുന്നു. ഇനി ഈ സ്ട്രെങ്ത്തിനനുസരിച്ച് എൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ ആവശ്യമായിട്ടുള്ള പണം ഉണ്ടാക്കാൻ എനിക്ക് കഴിയില്ല എങ്കിൽ ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. ഈ ലോകത്ത് ഞാൻ ആഗ്രഹിക്കുന്ന, എനിക്ക് ആവശ്യമുള്ള അളവിലുള്ള പണം കണ്ടെത്താൻ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ആ ഓപ്പർച്യൂണിറ്റീസ് പരമാവധി ഉപയോഗിക്കാൻ എൻ്റെ എന്തൊക്കെ കഴിവുകൾ എന്നിൽ ആർജിക്കാം, അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കി. അതിനുശേഷം മൈൻഡ് ബ്ലോക്ക് മറികടക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. മൈൻഡ് ബ്ലോക്ക് മറികടക്കാൻ, മൈൻഡ് ബ്ലോക്ക് അതായത് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്നത് നമ്മളുടെ ചിന്തകളാണ്, നമ്മുടെ മുൻകാല അനുഭവങ്ങളാണ്, നമ്മളുടെ എക്സ്പീരിയൻസുകളാണ് പലപ്പോഴും മുന്നോട്ടുള്ള യാത്രയ്ക്ക് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇതിനെ മറികടക്കാൻ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ മന്ത്രമാണ്, നമ്മളുടെ മൈൻഡ് ബ്ലോക്കിനെ, ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങളെ മറികടക്കാൻ, എന്ത് പ്രശ്നങ്ങളെയും എന്ത് തടസ്സങ്ങളെയും മറികടക്കാനായിട്ട് ഏറ്റവും നമ്മളൊരു മന്ത്രം പോലെ എന്നും കൊണ്ടു നടക്കേണ്ട ഒരു വാക്കാണ് ഫോക്കസ് ഓൺ യുവർ ഗോൾസ് ആൻഡ് പ്രോസസ്. ഫോക്കസ് ഓൺ യുവർ ഗോൾസ് ആൻഡ് ദ പ്രോസസ്. ഈ ഒരു മന്ത്രം എന്ത് പ്രശ്നം വരുമ്പോഴും, എന്ത് തടസ്സം വരുമ്പോഴും, എന്ത് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഈ ഒരു മന്ത്രം നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കതിനെയൊക്കെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റും. കാരണം ലക്ഷ്യത്തിൽ നിന്നും ഫോക്കസ് മാറുമ്പോഴാണ് തടസ്സങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത്, തടസ്സങ്ങൾ നമുക്ക് തടസ്സങ്ങളായി മാറുന്നത്. അതിന് പകരം നമ്മൾ ഗോളുകളിൽ ഫോക്കസ് ചെയ്യുന്നു, നമ്മളുടെ ലക്ഷ്യങ്ങൾ, ആവശ്യങ്ങൾ നമ്മൾ നേടിയെടുക്കേണ്ട കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നു. കൂടാതെ ആ ഗോളുകൾ നേടിയെടുക്കാനുള്ള പ്രോസസ്സിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു. ഈ ഒരു മന്ത്രം എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാ തടസ്സങ്ങളെയും, ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും മറികടക്കാൻ സാധിക്കും. നമുക്കറിയാം, ലോകത്ത് നേട്ടങ്ങൾ സ്വന്തമാക്കിയവരെല്ലാം വാം പരിശീലിച്ചവരാണ്. വിഷ്വലൈസേഷൻ, അഫർമേഷൻ, മാനിഫെസ്റ്റേഷൻ. വാം എങ്ങനെയാണ് പരിശീലിക്കേണ്ടതെന്ന് നമ്മൾ കണ്ടു. വെറുതെ സ്വപ്നം കണ്ടതുകൊണ്ട് വാം പരിശീലിക്കലാവില്ല. വിഷ്വലൈസേഷൻ നടത്തിയതുകൊണ്ട് ജീവിതത്തിൽ നടപ്പാക്കില്ല. നമ്മളുടെ കഴിവനുസരിച്ച് നമ്മൾ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ, അതിനുള്ള ശേഷി അനുസരിച്ച്, നമ്മുടെ കഴിവും ശേഷിയും അനുസരിച്ച് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ, നേടിയെടുക്കാനുള്ള കഴിവും സ്കില്ലും ആർജിച്ചതിന് ശേഷം വേണം വിഷ്വലൈസ് ചെയ്യാൻ. അതിനുശേഷം വേണം അഫർമേഷൻസിലേക്ക് കിടക്കാൻ. അതാണ് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അറിവില്ലാത്ത, കഴിവില്ലാത്ത, ശേഷിയില്ലാത്ത ഒരു കാര്യം നേടിയെടുക്കാൻ ഞാൻ വിഷ്വലൈസേഷനോ അഫർമേഷനോ ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല. അത് നേടിയെടുക്കാനുള്ള അറിവും കഴിവും ശേഷിയും ആർജിച്ചതിന് ശേഷം ഈസി ആയിട്ട് നേടിയെടുക്കാൻ കഴിയുമെന്ന ചിന്ത മനസ്സിൽ കൊടുക്കാനാണ് വിഷ്വലൈസേഷനും അഫർമേഷൻസും ഉപയോഗിക്കേണ്ടത്. അപ്പോഴാണ് അത് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ വരികയുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ ഫിയറും കോൺഫിഡൻസും. ഫിയർ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലൻ. അതും ഫിയർ ഓഫ് ലോസ്, നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലൻ. എന്തും അതിലേറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഫിയർ ഓഫ് ലോസിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം പണം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ്. പണം,
ഞാൻ ഇതുവരെ നേടിയ പണം നഷ്ടപ്പെടുമോ? എനിക്കിപ്പോൾ പണം കൊണ്ടുതരുന്ന മേഖല നഷ്ടപ്പെടുമോ? ഞാൻ ഇനി ഉണ്ടാക്കാൻ പോകുന്ന വരുമാനത്തിനുള്ള സാധ്യത നഷ്ടപ്പെടുമോ? ഇങ്ങനെ പണവുമായിട്ട് ബന്ധപ്പെട്ട ഫിയർ ഓഫ് ലോസ് ആണ് ഏറ്റവും വലുത്. അതിന് ശേഷമേ മറ്റ് ഫിയർ ഓഫ് ലോസ് വരുന്നുള്ളൂ. ഫിയർ ഓഫ് ലോസ് എല്ലായിടത്തും ഉണ്ട്. ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, സൽപ്പേര് അല്ലെങ്കിൽ എൻ്റെ കുടുംബ പേര് അല്ലെങ്കിൽ എൻ്റെ സൽപ്പേര് നഷ്ടപ്പെടുമോ എന്നുള്ള, അല്ലെങ്കിൽ എൻ്റെ ഇമേജ് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, എൻ്റെ ബന്ധങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, അങ്ങനെ ഒരുപാട് എവിടെ എടുത്ത് നോക്കിയാലും ഭയം നമുക്കുണ്ട്. ഈവൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ താഴെ വീണാൽ പോലും അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. അതുകൊണ്ടാണ് മൊബൈൽ താഴെ വീഴുമ്പോൾ ഞാൻ കയ്യോ കാലോ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് താഴേക്കുള്ള വീഴ്ചയുടെ ആഘാതം കുറയ്ക്കാൻ ഞാൻ അറിയാതെ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് പോലും ശ്രമിക്കുന്നത് ഈ ഭയം എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. ഈ ഭയം എങ്ങനെ വന്നു? ജനിച്ച കാലം മുതൽ നമ്മുടെ ഉള്ളിലുള്ളതാണെന്ന് നമുക്കറിയാം. ഈ ഭയത്തിനെ മറികടക്കേണ്ടത് എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ സക്സസ്സിനെയും ഫെയിലേഴ്സിനെയും മറികടക്കേണ്ടത് എങ്ങനെയാണ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത്.